ഇവിടെ ഈ പലർക്കും ഡ്രൈവിംഗ് സ്കില്ലിൽ വലിയ പ്രശ്നമുണ്ടെന്നും ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം ഡ്രൈവിങ്ങിലുള്ള അവഗാഹം കുറവാണ് എന്നുള്ളതാണ്. ഫാസ്റ്റ് ട്രാക്കിൽ നിന്നൊന്നും പഠിക്കണ്ട. അതായത് റൈറ്റ് സൈഡ് ട്രാക്കിൽ കൂടുതലും വരുന്നത് ഒന്നെങ്കിൽ ഒരു കർണാടകത്തിൽ നിന്നുള്ളൊരു ലോറി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊരു ലോറി, അല്ലെങ്കിൽ ഒരു ബസ്, അല്ലെങ്കിൽ നമ്മുടെ KSRTC. ഇവർ കയറി ഈ ട്രാക്ക് അങ്ങ് പിടിക്കും. ഈ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ജമ്മം ചെയ്താൽ ഈ ട്രാക്ക് മാറിയില്ല. കേരളത്തിൽ ഭയങ്കരമായ ടാക്സ് ആണ്. പക്ഷേ ഈ ഇത്രയും ടാക്സ് മേടിച്ചിട്ട് അതിനുള്ള റോഡ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സോ ഒന്നുമില്ല കേരളത്തിൽ. മന്ത്രി തന്നെ പറഞ്ഞു ഇവിടെ ടാക്സ് കൂടുതലാണ്. മന്ത്രി പറഞ്ഞത് കറക്റ്റാ. അത് തിരുത്താൻ പുള്ളിക്ക് അവസരം ഗവൺമെൻറ് കൊടുക്കുക എന്നുള്ളത് വേറൊരു വിഷയം. എനിക്ക് പണ്ട് ഇവിടെ ബസ് ഉണ്ടായിരുന്നത് 30,000 രൂപ ടാക്സ്. ഒരു ദിവസം തെറ്റിയാൽ 2,000 രൂപ ഫൈൻ മേടിക്കും. നിവൃത്തിയില്ലാത്തവനാണ് ഈ തെറ്റിക്കുന്നത്. ടാക്സ് കൊടുക്കുന്നത് റോഡ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സർക്കാരിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും റോഡ് സൗകര്യങ്ങൾ തീരെ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഈ വർഷമൊക്കെ റോഡുകളുടെ പല സ്ഥലത്തും റിപ്പയറിംഗ് പോലും നടന്നില്ല. ഇത് രാജേഷേ പിടിച്ചുപറിയാണോ, പോക്കറ്റടിയാണോ, പകൽക്കൊള്ളയാണോ, കൊള്ളയാണോ? നമസ്കാരം ജോഷി. നമസ്കാരം രാജേഷേ. നമസ്കാരം. ഈ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ കേരളത്തിലെ ടൂറിസം രംഗത്തെ കുറിച്ചും മറ്റൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനിടയിൽ ജോഷിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ പലർക്കും ഡ്രൈവിംഗ് സ്കില്ലിൽ വലിയ പ്രശ്നമുണ്ടെന്നും ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം ഡ്രൈവിങ്ങിലുള്ള അവഗാഹം കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോഷിയേട്ടൻ തന്നെ ഇട്ട ഒരു വീഡിയോ, ഒരു KSRTC ബസ് സ്വിഫ്റ്റ് ബസ് സൈഡ് കൊടുക്കാതെ വൺ ട്രാക്കിലൂടെ, അതായത് റൈറ്റ് ട്രാക്കിലൂടെ ദീർഘനേരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ജോഷേട്ടൻ്റെ ഈ വീഡിയോയ്ക്ക് കമന്റ് എന്ന് പറഞ്ഞാൽ, എന്താ താങ്കൾക്ക് ലെഫ്റ്റിലൂടെ എടുത്തങ്ങ് പോയാൽ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡ്രൈവിങ്ങിലുള്ള പ്രശ്നം? കേരളത്തിലെ പ്രശ്നം ഇപ്പം ഞാൻ ആദ്യം ആ ഒരു കാര്യത്തിലോട്ട് വരാം. ഇപ്പം ഞങ്ങൾ പട്ടാമ്പി മുതൽ ഇങ്ങനെ തിരിച്ചു പോരുക. ഞാനും ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ അവിടെ തന്നെയുള്ള സാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ വെച്ചാൽ ഈ ഫാസ്റ്റ് ട്രാക്കിൽ നിന്നൊന്നും പഠിക്കണ്ട. അതായത് റൈറ്റ് സൈഡ് ട്രാക്കിൽ കൂടുതലും വരുന്നത് ഒന്നെങ്കിൽ ഒരു കർണാടകത്തിൽ നിന്നുള്ളൊരു ലോറി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊരു ലോറി, അല്ലെങ്കിൽ ഒരു ബസ്, അല്ലെങ്കിൽ നമ്മുടെ KSRTC. ഇവർ കയറി ഈ ട്രാക്ക് അങ്ങ് പിടിക്കും. ഈ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ആയിരിക്കും ചിലപ്പം. ഇവർ ജമ്മം ചെയ്താൽ ഈ ട്രാക്ക് മാറിയില്ല. ഈ സെയിം ട്രാക്ക് പിടിച്ച് നമ്മൾ പോവുക. സാധാരണ നമ്മളിങ്ങനെ വന്നു, നമ്മൾ ഇട സൈഡിൽ കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ നോക്കും. അപ്പോൾ ഇട സൈഡിലൊരു വണ്ടി നിൽക്കുക. അപ്പോൾ ഈ ഇട സൈഡ് നിൽക്കുന്ന വണ്ടി സ്ലോ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്. ഈ വണ്ടി ഇടതുവശത്തും പിടിക്കും, ഈ മറ്റേ വണ്ടി വലതുവശത്തും നിൽക്കും. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇടത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, വലത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഈ ഡ്രൈവിങ്ങിൻ്റെ ശരിയായ രീതിയല്ല. അപ്പോൾ ഈ റോഡ് ഞാൻ കണ്ട് പല സ്ഥലത്തും ലെഫ്റ്റ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഈ ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് പോലും പല സ്ഥലത്തും ഞാൻ കണ്ട് ലെഫ്റ്റ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് പോലും എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ, ഞാനൊരു 10-15 മിനിറ്റ്, അപ്പോൾ എൻ്റെ കൂടുതലുള്ള ആൾ പറഞ്ഞു, ഇത് തന്നെ ഇവൻ മാറ്റി തരാത്ത, അവനും പുറത്ത് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. ഞങ്ങളൊരു 5-10 മിനിറ്റ് ഈ വണ്ടിയുടെ പുറകിൽ നിന്നിട്ട് സാധാരണഗതി ഞങ്ങൾ ഡിമ്മും ബ്രൈറ്റും അടിച്ചു കൊടുത്തു. ഒരനക്കമില്ല, ഓണടിച്ച് നോക്കി, എന്നിട്ടും മാറ്റിയല്ല. ഒരു നിവൃത്തിയില്ലാതെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇട്ട് കയറി പോന്നു. അപ്പോഴും ഇവൻ വലതുവശത്ത് നിന്ന് വന്ന് നോക്കി, നീ എന്തിനാ എന്നെ ലൈറ്റ് അടിച്ച് കാണിക്കുക എന്നുള്ള രീതിയിലാണ് ലൈറ്റ് അടിച്ച് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ കയറി പോന്നു. ഈ വീഡിയോ ഞാനത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് രാജേഷ്, ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തിലുള്ള ഒരു പകുതി ജനത്തിനെങ്കിലും ഈ ഡ്രൈവിങ്ങിനെ പറ്റി അറിയാമായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് പിടിക്കണം എന്നാണ് ഒന്ന് ധാരണയുണ്ടെന്നാണ്. പക്ഷേ അതിനകത്ത് വന്ന കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 90% ആൾക്കാർക്കും എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് അറിയാനേ മേല. ആൾക്കാർ ചോദിക്കുന്നത്, എടാ പൊട്ടാ, ഇടത്ത് സൈഡിൽ എന്തുമാത്രം സ്ഥലം കിടക്കണം, നിനക്ക് അതിലൂടെ കയറി പോകാൻ മേലെ. ഒരു മെസ്സേജ്, ചേട്ടൻ ആദ്യമായിട്ടല്ലേ ഈ 2 വരി പാത കാണുന്നത് ചിലർ. അപ്പം വേറൊരാൾ, ചേട്ടാ ഇത് 4 വരി പാതയാണ്, ഇടത്തൂടെയും കയറാം വലത്തൂടെയും കയറാം, അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ചേട്ടനെ ഇടത്തൂടെയും കയറി പോയാൽ പോരെ. വേറെ ചിലർ, അയ്യോ ചേട്ടാ ഇതൊന്നും അറിയത്തില്ലേ, ഇവിടെ ബസ് വലത്തെ റോട്ടിൽ കൂടെ ഓടണ്ടേ, അത് അതിൻ്റെ റൈറ്റ് വേ കൂടെ പോകുന്ന അവർ മാറ്റിയല്ല, അതുകൊണ്ട് ചേട്ടനാണ് മാറിപ്പോകേണ്ടത്, ചേട്ടൻ ഇത്രയും പൊട്ടറായി പോലെ ചേട്ടന് ഇത്രയും വലിയ മണ്ടത്തര, ഇത്രയും വലിയ പോസ്റ്റ് ഇടാൻ ഒരു ഉളുപ്പില്ലേ. ഇങ്ങനെയുള്ള അതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഡ്രൈവിങ്ങിൻ്റെ ബാലപാഠം പോലും അറിയാൻ മേലാത്ത ആൾക്കാർ
ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വലിയ ഹൈവേസ് വരുന്നുണ്ട്. വലിയ ഹൈവേസ് വരുന്ന പറഞ്ഞാൽ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത ഹൈവേസ് വരുന്നു. ഈ ജനം, ഈ പറയുന്ന 80% ആൾക്കാർ ഈ ഹൈവേ കയറി എങ്ങനെ വണ്ടി ഓടിക്കും? ലെഫ്റ്റ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് എന്ന് എഴുതി വെക്കുന്ന അല്ലാതെ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. അല്ല, ഇപ്പൊ ഈ കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പിടിക്കാനും ക്ലച്ച് ചവിട്ടാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ബ്രേക്ക് ചവിട്ടാനും മാത്രം പഠിക്കുക എന്നുള്ള രീതിയാണ്. ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ജോഷിയേട്ടൻ തന്നെ യൂറോപ്പിലൂടെ മിക്കവാറും 38 രാജ്യങ്ങളിലൂടെ നിരന്തരമായി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അപ്പം കേരളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്? അല്ല, ഇപ്പൊ ഞാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗാ, ഇവിടെ വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗാ. നമ്മൾ നിരന്തരമായിട്ട് ഇവിടെയും വണ്ടി ഓടിക്കുന്നു, അവിടെയും വണ്ടി ഓടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമല്ല. പിന്നെ തന്നെയുമല്ല ടയേഷെ, എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. കാര്യം എനിക്ക് വയസ്സ് 57ആയി. പക്ഷേ ഇപ്പോഴും ഞാൻ 1500 കിലോമീറ്ററൊക്കെ ഇപ്പം തള്ളാന്ന് രാഴ്ച ചിലപ്പോൾ പറയും. 1500 കിലോമീറ്ററൊക്കെ ഞാൻ ഒറ്റയടിക്ക് വണ്ടി 1-2 സ്ഥലത്ത് നല്ല റോഡ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി, ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി, ഒറ്റയടിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2023 ഞാൻ 4-5 ട്രിപ്പ് ഇങ്ങനെ 10,500 കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു പോകുന്ന ചെറുപ്പത്തിൽ. എനിക്ക് കറക്റ്റ് 18 വയസ്സാകാൻ നോക്കിയിരുന്ന ലൈസൻസ് എടുത്ത 84 ലൈസൻസ് എടുത്ത് ഞാൻ ഈ ഏതാണ്ട് ഒരു എൻ്റെ ഒരു 25-28 അല്ല ഒരു 30 വയസ്സത്തിനകം കേരളത്തിൽ ഏതാണ്ട് ഒരു 10-20 സ്റ്റേറ്റിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, UP, MP, കൽക്കട്ട, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂറോപ്പിൽ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിധത്തിലും വണ്ടി ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നുണ്ടോ? ഓടുന്നത്. ഇപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുന്നതിന് അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യർക്ക് ഈ ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല. ഇപ്പം ഇത് പറയുമ്പം ഞാനൊരു കാര്യം പറയാം. പണ്ട് പാലക്കാട് ഒരു ടൂറിസ്റ്റ് ബസ്, ഒരു KSRTC ബസ്സിന്റെ വടക്കാഞ്ചേരി 6 കുട്ടികൾ മരിച്ചുപോയി. ഇവിടെ എല്ലാം പല മാധ്യമങ്ങളും ഇവിടുത്തെ വലിയ ഒഫീഷ്യൽസും എല്ലാം ഈ വണ്ടിക്കാരൻ്റെ കുറ്റം ആണെന്ന് പറയുന്നു. ആണെന്ന് ഒരു പരിധി വരെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് ഫ്രണ്ടിൽ ഒരു KSRTC ബസ്സായിരുന്നു. ആ KSRTC ബസ്, ഫ്രണ്ടിൽ പോയ KSRTC ബസ് ചവിട്ടിയതാണ്. ഒരാളെ നിർത്താൻ ചവിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഹൈവേയിൽ പോകുന്ന വണ്ടി ഒരു ഒറ്റച്ചവിട്ടി ചവിട്ടിയാൽ, നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ വിമാനമൊന്നുമല്ല, വിമാനം പോലും ചവിട്ടിയാൽ നിൽക്കില്ല. നിയമപ്രകാരം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം പുറത്താണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി, 2 വണ്ടി തമ്മിൽ 70 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് വേണം. അപ്പോൾ 70 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ 1 കിലോമീറ്ററിനകത്ത് ഓടുന്ന വണ്ടിയുടെ എണ്ണം നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ടാങ്കർ ലോറികൾ, വലിയ ടാങ്കർ ലോറികൾ, അതുപോലെ വലിയ കണ്ടെയ്നർ ലോറികൾ, അതുപോലെ നീളം കൂടിയ ഡബിൾ ആക്സൽ ബസ്സുകൾ, 14 മീറ്റർ 15 മീറ്ററുള്ള വണ്ടികൾ ഓടുക. 1000 മീറ്ററിനകം ഇങ്ങനത്തെ എത്ര വണ്ടി ഓടും? ഈ വണ്ടി 70 മീറ്റർ ഗ്യാപ്പ് ഇട്ട് ഓടിയാൽ എത്ര വണ്ടിക്ക് 1 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും? അത് ഓടാൻ പറ്റിയല്ല, അറിയാമല്ലോ. അപ്പോൾ വണ്ടികളുടെ എണ്ണം വരുമ്പോൾ 1 കിലോമീറ്ററിനകത്ത് ആകെ നിസ്സാരം വണ്ടികൾക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും വണ്ടികൾ കുറേ കൂടെ ക്ലോസ് ആയിട്ട് ഓടും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഇവരെ ശരിക്കും പഠിപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഉണ്ടായത്. ഈ KSRTC ബസ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ട് ഒതുക്കിയാണ് ഈ വണ്ടി നിർത്തുന്നതെങ്കിൽ ആ വണ്ടി റൈറ്റ് സൈഡിൽ കൂടെ കയറിപ്പോവും. ഇൻഡിക്കേറ്റർ ഒരു ഇട്ട് കാണിയല്ല, വണ്ടി ഒറ്റ ചവിട്ടിയും കാണും. ബാക്കിലുള്ള ലൈലാൻഡാണ് വണ്ടി, ചവിട്ടിയാൽ നിൽക്കുകയില്ല. ഡൗൺ ചെയ്ത് ചവിട്ടിയാൽ പോലും വണ്ടി നിൽക്കുകയില്ല. അത് വണ്ടി ഇടിച്ചു. അത് 2 പേരുടെയെങ്കിൽ, ഇപ്പം ആസ് എ ഡ്രൈവർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 2 പേരുടെയും ഭാഗത്തുള്ള കുറ്റമുണ്ട്. ശരിയല്ലേ? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കിപ്പോൾ ഗണേഷ് കുമാറിനെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പുള്ളിക്ക് നല്ല ഐഡിയാസ് ഉള്ള മന്ത്രിയാണെന്നും 10 പൈസ കൈക്കൂലി മേടിക്കുകയല്ലെന്നും ഇവിടെ കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്നും പുള്ളിക്ക് ആഗ്രഹമുണ്ടെന്നും എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ പുള്ളി നോട്ട് ചെയ്തില്ല. കാരണം പുള്ളി ബസ് ഓടിക്കുന്ന ഡ്രൈവർ ആണെങ്കിൽ പോലും പുള്ളി ഒരു പ്രൊഫഷണലായിട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർ അല്ലല്ലോ. ഒരു ആഗ്രഹം കൊണ്ട്, ഒരു പാഷൻ കൊണ്ട് ഒരു വണ്ടി അങ്ങോട്ട് മാറ്റിയല്ല ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതല്ലാതെ ഇപ്പം ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒരു ആളിനെ വെച്ച് ഓടിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് പുള്ളിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസിൽ. പിന്നെ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അർജൻറ്റായിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വലിയ വണ്ടികളുണ്ടല്ലോ, അതായത് ഒരു പരിധി വിട്ട നീളമുള്ള കണ്ടെയ്നറുകൾ, ഡബിൾ ആക്സൽ ബസ്സുകൾ, അതുപോലെയുള്ള ടാങ്കറുകൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ ലോങ് വെഹിക്കിളിന് എഴുതി വെക്കണം.
ആ ലോങ് വെഹിക്കിൾ എന്ന് എഴുതി വെക്കണം. അതെന്തിനാണെന്നറിയോ? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു പുറകിൽ നിന്നൊരു ലോറി കണ്ടു. ഞാനിത് കയറി അങ്ങ് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയ വണ്ടിയാണ്. നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. നമ്മൾ സാധാരണ ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കയറി വരുന്നത്. കയറി വരുമ്പം ഇത്രയും വലിയ വണ്ടിയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ വണ്ടി സ്ലോ ആക്കി പുറത്തിറങ്ങി. അപ്പം ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ഇത്ര ഒരു സ്പെസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വണ്ടികളുടെ എല്ലാം പുറകെ വലിയ അക്ഷരത്തിൽ ലോങ് വെഹിക്കിൾ എന്ന് എഴുതി വെക്കണം. അത്യാവശ്യം അത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ടില്ലേ, എന്നെ തെറി വിളിച്ച് ഒരുപാട് പേരുണ്ട്. ഇപ്പം അവർ പറഞ്ഞു, ചേട്ടാ വലിയ വണ്ടികൾ റൈറ്റ് ട്രാക്കിൽ കൂടെ പോവുള്ളൂ, അതാണ് എൻ്റെ നിയമം, ചേട്ടൻ പുതിയ നിയമമൊക്കെ ഒന്ന് പടി എന്ന് പറയുന്നവരോട് ഞാൻ വേറൊരു കാര്യം രാജേഷിനെ ഓർമ്മിപ്പിക്കാം. തമിഴ്നാട്ടിൽ വെച്ച് ഒരു മാർബിൾ കയറ്റി വന്ന ഒരു ലോറി ഓപ്പോസിറ്റ് ട്രാക്കിൽ കയറി നമ്മുടെ ഒരു കേരള ട്രാൻസ്പോർട്ടുമായിട്ട് ഇടിച്ച് കുറേ പേര് മരിച്ചു. രാജേഷ് ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ബേസിക് കാരണം എന്നാ രാജേഷ് അറിയോ? ഒരുപാട് ചർച്ചകൾ ഞാൻ ഇതിനകത്ത് കണ്ട്, ഒരുപാട് ചർച്ചകൾ. അത് വെള്ളംകണിയിൽ പോയി തിരിച്ചു എന്തോന്നെ. അപ്പം ഒരുപാട് ചർച്ചകൾ നടക്കണം. ഒരാൾ പോലും അതിൻ്റെ ബേസിക് ഒരു കാരണത്തെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാന്നൊക്കെ പറയുന്നു. അതിൻ്റെയും കാരണം ഞാൻ പറയാം. അപ്പം ഇപ്പം എന്നെ തെറി വിളിച്ച ആൾക്കാരോടാണ് ഞാനിപ്പോൾ പറയുന്നത്, ഒരു ഹെവി വെഹിക്കിൾ റൈറ്റ് സൈഡ് ഓടരുതെന്ന് പറയുന്നതിന്, ഇവിടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ സ്പീഡ് ട്രാക്ക് ഓടരുതെന്ന് പറയുന്നതിന് മെയിൻ 2 കാരണമുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ ഭയങ്കര സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി, ഈ വണ്ടി പുത്തൻ ടയറാണെന്ന്, എല്ലാ വണ്ടിയുടെ തന്നെ ഫ്രണ്ടിൽ പുത്തൻ ടയർ കിടക്കുന്നു. ഒരു ബോൾട്ട് റോഡിലുണ്ടെന്ന് വെച്ചു, ഇത് ടയറെ കയറി ടയർ വെടി തീർന്നെന്ന് വെച്ചു. റൈറ്റ് സൈഡിലെ ടയർ കയറി വെടി തീർന്ന് ഈ വണ്ടി വെടി തീർന്നാൽ ഈ ഡ്രൈവറുടെ കയ്യിൽ ഈ വണ്ടി നിൽക്കില്ല. ഈ വണ്ടി അപ്പം തന്നെ ഈ മീഡിയനടിച്ച് കയറും. ഇത്രയും വലിയ വണ്ടി, ഒരു കാറാണെങ്കിൽ മീഡിയനിൽ ഇടിച്ചാൽ നിൽക്കും. ഒരു ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ, ലോറി ആയാലും ബസ്സായാലും മീഡിയനിൽ ഇടിച്ചാൽ അത് കവർ ചെയ്ത് അപ്പുറത്ത് പോകും, മറിയുമല്ല. ചിലപ്പം മറിയാം, ഇല്ലെങ്കിൽ അടുത്ത ട്രാക്കിൽ കയറും. അടുത്ത ട്രാക്കിന്റെ അർത്ഥം എന്നാ? ആ ട്രാക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വരിക. ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. മനസ്സിലായോ? അതേസമയം ഈ വണ്ടി ലെഫ്റ്റ് ട്രാക്കിലാണ് നിൽക്കുന്നെങ്കിലും ഇവൻ ലെഫ്റ്റ് കട്ട് ചെയ്ത് റൈറ്റ് ട്രാക്കും കട്ട് ചെയ്ത് മീഡിയന് വരുന്നതിന് മുമ്പ് ഡ്രൈവർക്ക് ഈ വണ്ടി ചവിട്ടി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറയും, വണ്ടി അവിടെ നിൽക്കും. ചർച്ചയിൽ ഒരാൾ പോലും ഈ വിഷയം പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ വിഷയം, ഫാസ്റ്റ് ട്രാക്കിൽ നിൽക്കുന്ന അല്ലെ റൈറ്റ് ട്രാക്കിൽ നിൽക്കുന്ന വണ്ടി, അതിന്റെ ഈ വലിയ വണ്ടികളുടെ ഹെഡ്ലൈറ്റ് പൊങ്ങിയാണ് നിൽക്കുന്നത്. എപ്പോഴും ഓപ്പോസിറ്റ് ട്രാക്കിൽ വരുന്ന വണ്ടിയുടെ ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ അതും പൊക്കത്തിലായി മീഡിയം നിൽക്കുന്നത്. അപ്പുറത്ത് എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ വളവിനൊക്കെ ഈ ലൈറ്റ് അപ്പുറത്ത് ചെല്ലും. അതും കൂടിയാണ് ഇത് പറയുന്നത്. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ വണ്ടി ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞില്ലേ, ആ ഡ്രൈവർ ഏതാണ്ട് 10-14 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്ന. ഇപ്പം ഞാൻ ഈ ഗണേഷ് കുമാറിന് ഐഡിയ ഉണ്ടെന്ന് പറയാൻ കാരണം, പുള്ളി കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ട്, ഒരു വെറുതെ കസേരയിൽ ഒരാളോട് ഒരു 12 മണിക്കൂർ ഇരിക്കാനും പറഞ്ഞാൽ അയാൾക്ക് ഇരിക്കാൻ പറ്റുമോ? അയാൾക്ക് വട്ടായി പോകുന്നു പുള്ളി പറഞ്ഞു. മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് കറക്റ്റാ, ഞാൻ 100% ന്യായീകരിക്കുന്നു. ഞാനൊരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഒരു 2 മണിക്കൂർ പോട്ടെ, 3 മണിക്കൂറെങ്കിലും ഒരു KSRTC ഡ്രൈവർ ആയിക്കോട്ടെ, ഒരു സാധാരണ ബസ്സിൻ്റെ ഡ്രൈവർ ആയിക്കോട്ടെ, ലോറിയുടെ ഡ്രൈവർ ആയിക്കോട്ടെ, ഇറങ്ങി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണമെന്നാണ് യൂറോപ്യൻ നിയമം. 45 മിനിറ്റ് കഴിഞ്ഞ് ഓടി, അതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നിർത്തി, ഒന്ന് ടോയ്ലറ്റിൽ പോയി, ഒന്ന് മുഖം കഴുകി, ഒരു 15 മിനിറ്റ് പോട്ടെ, ഒരു 20 മിനിറ്റ് അയക്കൊന്ന് കാലത് ഈ സീറ്റിൽ നിന്നൊന്ന് ഇറങ്ങി ഒന്ന് ടോയ്ലറ്റിൽ പോയി ഒരു കോഫി കുടിച്ച്, അല്ലെ ജസ്റ്റ് അവിടെ റോഡിലൊന്ന് നിൽക്കാൻ, അത് നിയമപരമാക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ തമ്മിലുള്ള അന്ന് ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഡ്രൈവർ ഒരു ദിവസം 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഒരു 10 മണിക്കൂർ കൂടുതൽ വണ്ടി ഓടിക്കാൻ അനുവദിക്കരുത്. ഇത് മനുഷ്യനല്ലേ? ഇപ്പം ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കറിയാൻ മേലെ ഒരു വണ്ടി ഓടിക്കാൻ എനിക്ക് മാക്സിമമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരിക്കും. പക്ഷേ മൈൻഡ് വർക്ക് ചെയ്യില്ല. ഇപ്പം 1500 കിലോമീറ്റർ ഞാൻ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 1500 കിലോമീറ്റർ നമ്മൾ കണ്ടിന്യൂസ് ഓടിച്ച് വരുമ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് നമുക്ക് നിർത്താനും ഫുഡ് കഴിക്കാനും ടോയ്ലറ്റിൽ കയറാനും എല്ലാ സമയത്തുണ്ട്. നമ്മളൊന്ന് ഇറങ്ങി അന്ന് കയറി ഒന്ന് ഫുഡ് കഴിച്ചു, ഒന്ന് ഡീസൽ അടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നമുക്ക് പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് ഫ്രഷ് ആവും, നമ്മുടെ കൈ ഒന്ന് ഫ്രഷ് ആവും, മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. അപ്പം ഇത് കൃത്യമായിട്ട് പാലിക്കപ്പെടണം. ഇത് നമ്മുടെ ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്.
ഇപ്പം കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഭയങ്കരമായ ടാക്സ് ആണ്. പക്ഷേ ഈ ഇത്രയും ടാക്സ് മേടിച്ചിട്ട് അതിനുള്ള റോഡ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സോ ഒന്നുമില്ല കേരളത്തിൽ. ഇപ്പൊ കേരളത്തിൽ ഭയങ്കരമായി വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്നത് കേരളത്തിലാണ്. പക്ഷെ അതിനനുസരിച്ച് അത്രയും വണ്ടികൾ ഓടാനുള്ള റോഡില്ല. ഇതിനെങ്ങനെയാണ് കാണുന്നത് ജോഷിട്ട്? അത് ഞാൻ എൻ്റെ കാര്യം പറയാം. ഇപ്പം നമ്മൾ ജർമ്മനി, ഒരു കാര്യം പറയാം, ജർമ്മനിയിൽ ഔത്തോബാൺ റോഡുകളുണ്ട്. ഔത്തോബാൺ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ല, ഇഷ്ടമുള്ള സ്പീഡിൽ ഓടിക്കാം. അതായത് 300 കിലോമീറ്റർ വരുന്നവന് 300 കിലോമീറ്ററിലും പോകാം. ഇപ്പം നമ്മൾ 4 വരെ ട്രാക്കുണ്ട്, ചിലയിടത്ത് 3 വരെ ട്രാക്കുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പീഡ് ട്രാക്കിൽ കയറി നമ്മൾ സാധാരണ ഒരു 135 150 പിടിച്ചു പോകാമെന്ന് പറഞ്ഞു. ഈ 300 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് വരുന്ന പോലെ ഒരു 5 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ പുറകെ നമ്മളെ ലൈറ്റ് അടിച്ച് കാണിക്കും, ഡിമ്മും ബ്രൈറ്റും അടിക്കും. അപ്പം നമ്മളിങ്ങനെ കണ്ണാടി നോക്കിയാണ് ഓടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പോയി ആ ട്രാക്കിൽ നമ്മൾ നിൽക്കുകയല്ല, നമ്മൾ സെക്കൻഡ് ട്രാക്കിലോട്ട് മാറും. നമ്മളിപ്പോൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ തന്നെ ഫസ്റ്റ് ട്രാക്കിലോട്ട് കയറുമ്പോഴായിരിക്കും പുറകിൽ നിന്ന് ഇവനെ അടിച്ചു തരുന്നത്. നമ്മൾ ആ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ റൈറ്റിലോട്ട് മാറും. അവിടെ ലെഫ്റ്റ് സൈഡാണല്ലോ, റൈറ്റിലോട്ട് മാറും. ഇവൻ വന്നിട്ട് ഭൂന്നൊരു സൗണ്ട് കേൾക്കാം, ഇവനങ്ങ് കടന്നു. വേറെ അറിയോ, ആ ട്രാക്കിൽ അപകടം കുറവാണ്. അവിടെ പൊതുവെ അപകടം ഇല്ല, യൂറോപ്പിൽ പൊതുവേ അപകടങ്ങളില്ല, കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നത് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടാക്സ് മേടിച്ചിട്ടും ഇപ്പം രാജേഷ് കാക്കനാട് പോലെ നമ്മൾ ഇവിടം വരെ വന്നേ, എത്ര ക്രോസിംഗ് ഉണ്ട്, 4 വഴി വരുന്നത്, എത്ര സ്ഥലത്ത് സിഗ്നൽസ് ഉണ്ട്, എത്ര സ്ഥലത്ത് സിഗ്നലിൽ ലൈറ്റ് ഉണ്ട്, എത്ര സിഗ്നൽ ഉള്ളിടത്ത് ലൈറ്റ് കത്താത്തതുണ്ട്. ഫൈൻ മാത്രം ഭയങ്കരമല്ലേ. ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കേട്ടു, പുറത്തുള്ള ജനങ്ങൾ ഭയങ്കരമായ ഫൈൻ അടിക്കും. സത്യം പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളി പറയുന്ന ആ കൂട്ടത്തിൽ പുള്ളി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിൽ നമ്മളൊരു 600 യൂറോ അല്ലെ 300 യൂറോ അല്ലെ ജർമ്മനി നമുക്കൊരു 150 യൂറോ ഫൈൻ അടിക്കുമ്പോൾ അവരാ പറയുന്ന രീതിയിൽ മാത്രം വണ്ടി ഓടിക്കാനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടാക്കി വെച്ചേച്ചാ ഈ ഫൈൻ അടിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സൊമാലിയയിലെ റോഡും അമേരിക്കയിലെ ഫൈനും. അതായത് സൊമാലിയയിലെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് അമേരിക്കയിലെ ഫൈൻ അടിക്കാൻ പറ്റില്ല. ഇപ്പം ഹൈവേയിൽ 2 സൈഡും ക്ലോസ്ഡ് ഹൈവേ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ഓട്ടോറിക്ഷ കയറി ഓടിയാൽ, അല്ലെങ്കിൽ ഇത്ര ടണ്ണേജ് കുറഞ്ഞ വണ്ടികൾ ഈ വലിയ റോഡിൽ കയറ്റാൻ പറ്റിയല്ലേ. ഈ ഓട്ടോറിക്ഷ പോലെയുള്ള ചെറിയ, ഇപ്പം എന്നെ തെറി വിളിക്കും ആൾക്കാർ, അവനും ജീവിക്കണ്ടേ. പക്ഷെ അങ്ങനെ അത് പറ്റിയല്ല, കാരണം ആക്സിഡൻസ് ഉണ്ടാവും. അപ്പം ഇത്ര ടണ്ണേജ് കുറവുള്ള, ഇത്ര സ്പീഡിൽ കുറവുള്ള, ഇത്ര CC കുറഞ്ഞുള്ള ബൈക്കുകൾ, ഇത്ര പോലുള്ള ഹൈ സ്പീഡ് ട്രാക്കുകൾ, നമ്മുടെ പുതിയ ട്രാക്കുകൾ വരുന്ന ട്രാക്കുകളിൽ കയറ്റാൻ പാടില്ല. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഫൈൻ അടിക്കണം. അതുപോലെയുള്ള നല്ല ട്രാക്കുകൾ കയറി ഇതുപോലെ ബാഡായിട്ട് ഓടിക്കുന്നവർക്ക് നല്ല ഫൈൻ കൊടുക്കണം. ഫൈൻ മാത്രമല്ല, അവർക്ക് ലൈസൻസ് ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം വാണിംഗ് കൊടുക്കുക, 2ാമത്തെ പ്രാവശ്യം, 3ാമത്തെ. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസിന് 20 പോയിന്റേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഒരു സിഗ്നൽ കട്ട് ചെയ്ത് വെച്ചോ, റെഡ് കട്ട് ചെയ്തു, ഈ സിഗ്നൽസിന് ഗ്രേഡ് ഉണ്ട്. ഒരു വലിയ സിഗ്നലാണ് നമ്മൾ കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ ലൈസൻസിൽ നിന്ന് 5 പോയിന്റ് പോകും. നമ്മളിപ്പോൾ ഒരു ചെറിയ സിഗ്നൽ റെഡാണ് കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ ലൈസൻസിൽ നിന്ന് 2 പോയിന്റ് പോകും. എൻ്റെ കുഴപ്പം കൊണ്ട് ഞാനൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി എൻ്റെ ലൈസൻസിൽ നിന്ന് 8 പോയിന്റ് പോകും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾക്കും ഉണ്ട്. 20 പോയിന്റ് പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് തീർന്നു, പിന്നെ ലൈസൻസ് ഇല്ല. പിന്നെ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ 1 വർഷം കാത്തിരുന്ന് കഴിഞ്ഞ് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു പുതിയ ലൈസൻസിൻ്റെ പ്രൊസീജിയർ മുഴുവൻ ചെയ്തിട്ട് വേണം നമുക്ക് ലൈസൻസ് എടുക്കാൻ. അത് മനുഷ്യർക്ക് പേടിയാണ്. എന്നാണെന്നറിയോ, നമുക്ക് MBBS 5 കൊല്ലം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പിന്നെ എളുപ്പമാണ്. നമുക്ക് ഇറ്റലിയിലൊക്കെ ഒരു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ടാഷെ ഭയങ്കര പാടാണ്. എന്ന് പറഞ്ഞാൽ 5500 മറ്റോ ചോദ്യം വരും. അതിനകത്ത് 30 ചോദ്യമാണ് വരുന്നത്. ഈ 30 ചോദ്യത്തിനകത്ത് നിന്ന് 4 എണ്ണേ തെറ്റാൻ പറ്റുള്ളൂ. അത് എല്ലാ മേഖലയിൽ നിന്നും ചോദ്യം വരും. വണ്ടിയുടെ ഇൻഷുറൻസ് സംബന്ധമായത് വരും, വണ്ടിയുടെ സിഗ്നൽസ്, വണ്ടിക്കകത്ത് ഈ ഡാഷ്ബോർഡിൽ വരുന്ന സിഗ്നൽസ് അല്ലേ, അതിനെപ്പറ്റി വരും. ഒരു റോഡിൽ കയറുമ്പോൾ അത്യാവശ്യം ഈ ആർക്കാണ് പ്രിഫറൻസ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരും. ഓരോ ട്രാക്കിലെ സ്പീഡ് എന്ന് എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യം വരും. ഇത് തന്നെയുമല്ല, നമ്മൾ മോട്ടോർ സെക്ഷൻ എന്ന് പറയും, അതായത് RTO ഓഫീസിലൊന്നും പോയല്ലേ നമ്മൾ ടെസ്റ്റ് എഴുതുന്നത്. നമ്മുടെ പല സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മൾ ഒരു 50 പേര് ടെസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും. നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഈ കാർഡ് ഇട്ടിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ചോദ്യം. അപ്പോൾ എനിക്ക് കോപ്പി അടിക്കാനൊന്നും പറ്റില്ല, കാരണം എൻ്റെ ചോദ്യമല്ല അപ്പുറത്തിരിക്കുന്ന രാജേഷിന്റെ ചോദ്യമല്ല അപ്പുറത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചു മാത്രമേ പറ്റുള്ളൂ. 30 ചോദ്യമാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ് 25 വർഷമായിട്ട് ഒറ്റ ചോദ്യം 30 വർഷം 30 മിനിറ്റ് 30 ചോദ്യം. നമ്മൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ആദ്യം അങ്ങ് ചെയ്തു പോകും. എന്നുവെച്ച് അവസാനം നമ്മൾ ഒന്നോടെ എല്ലാം ചെയ്ത്
കൺഫേം ചെയ്തിട്ട് അവസാനം സെൻഡ് ചെയ്യും. നമ്മളൊക്കെ ഇപ്പോൾ ചിലർക്ക് 30 മിനിറ്റ് എടുക്കാൻ, ചിലർ 10 മിനിറ്റ് കൊണ്ട്. ഇത് നമ്മളിങ്ങനെ ബൈഹോട്ട് പഠിച്ചു അല്ലാതെ ഈസി ആയിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുകയില്ല. അല്ലാതെ ഈ എടുക്കുന്നതിലോ എടുക്കുന്നതിലോ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നവന് എടുക്കുന്നത് അല്ല ഈ കയറ്റത്ത് ഓടിക്കുന്നതിലോ വല്ല കാര്യമുണ്ടോ? ഈ ലോസ് പഠിപ്പിക്കണം. കൃത്യമായിട്ട് ഇത് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ടാർഗറ്റ് കൊടുക്കുമ്പോൾ ഈ ഇതുപോലെയുള്ള ഹൈവേകളിൽ ഈ റോങ് സൈഡ് വണ്ടി ഓടിക്കുക, റോങ് സൈഡ് വണ്ടി പാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളവരെ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ ഒരു വണ്ടി ഓടിക്കുന്നെങ്കിൽ ഒരാൾക്ക് എങ്ങനെ സ്റ്റെപ്പിന് തൽക്കാലം അത്യാവശ്യ കാര്യങ്ങൾ, എങ്ങനെ ഒരു ജാക്കി വെക്കണം, എങ്ങനെ ടയർ മാറണം, ഇതൊക്കെ നമ്മൾ അറിയാമായിരിക്കണം. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വണ്ടിയുടെ അത്യാവശ്യ കാര്യങ്ങൾ തന്നെ പഠിച്ചാലേ, എന്നിട്ട് അത് അയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഒരു ബസ് പോലെയുള്ള ലൈസൻസ്. അല്ല, ഇപ്പൊ ഈ ജപ്പാൻ പോലുള്ള ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാൾക്ക് പെട്ടെന്ന് പോയി ഒരു കാർ ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ടൊക്കെ അങ്ങനെ കുറെ. അങ്ങനെയല്ല. കാർ മേടിക്കുന്നതിന് കുഴപ്പമില്ല. ലൈസൻസിന് രാജേഷ് പറഞ്ഞ ഈ പ്രശ്നം ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് പറ്റിയില്ല. എളുപ്പമല്ല. അതായത് നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും നമുക്കൊരു ബസ് മേടിക്കാൻ പറ്റില്ല. നമ്മൾ ആ ബസ് മേടിക്കാനുള്ളൊരു കോഴ്സ് ഉണ്ട്, അത് പാസ്സാകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓടിക്കാനുള്ളത് വേണം. അതിൻ്റെ സർവ്വപ്രദ പ്രൊസീജിയറും കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ എനിക്കിപ്പോൾ നാളെ ബസ്സുണ്ട്, ഒരു കാശുണ്ട്, ഒരു ബസ് മേടിക്കും, അത് നടക്കില്ല അവിടെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ടാക്സ്. അത് നമ്മൾ സ്പെസിഫൈ ചെയ്തത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു, അതായത് നമ്മുടെ റോബിൻ ഗിരീഷ് പറഞ്ഞിട്ടുണ്ട്, നാഗാലാൻഡ് രജിസ്റ്റർ ചെയ്ത വണ്ടി ഇവിടെ ഓടാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. ഓടാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ അടുത്ത വണ്ടി, ഞാൻ ഇവിടെ എൻ്റെ ഇപ്പോഴത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന റോബിൻ വണ്ടിക്ക് 1,40,000 രൂപ 3 മാസം കിടക്കണം. 40 ഞാൻ മറന്നുപോയി. അത് നാഗാലാൻഡ് ഞാൻ രജിസ്റ്റർ ചെയ്ത അത് 45,000 രൂപയുള്ളൂ. ഇവിടെ അത് അടയ്ക്കാൻ ഞാൻ താമസിച്ച ഞാൻ 45,000 ഫൈൻ അടയ്ക്കണം. ഞാൻ ഈ ഫൈൻ അടയ്ക്കുന്ന കാശ് മതി എനിക്ക് നാഗാലാൻഡിൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പം അതൊരു സത്യസന്ധമായ കാര്യം. എനിക്ക് പണ്ടിവിടെ ബസ് ഉണ്ടായിരുന്ന 30,000 രൂപ ടാക്സ്, ഒരു ദിവസം തെറ്റിയാൽ 2,000 രൂപ ഫൈൻ മേടിക്കും. നിവൃത്തിയില്ലാത്തവനാണ് ഈ തെറ്റിക്കുന്നത്. അപ്പം ഞാൻ അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റലിയിൽ ഒരു ബസ്സിന് 55 സീറ്റ് ഒരു ബസ്സിന് ഒരു വർഷത്തെ ടാക്സ് 1,500 രൂപയുള്ളൂ. 1,500 യൂറോ. ആ വണ്ടി ഒരു ദിവസം ഇപ്പോൾ ഓടുന്നത് 1,000, 1,100, 1,200, 1,300 യൂറോയ്ക്കാണ്. അപ്പം ആ ഓടുന്നതിൻ്റെ 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം വിദേശത്തെ രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഇവിടെ ആൾക്കാരെല്ലാം നാട് വിട്ടു പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വിദേശത്ത് ഒരു ബസ് സർവീസ് നടത്തുന്ന ഒരാൾ, മലയാളി ആയിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ, അവൻ്റെ ഏകദേശം ഒരു 10% മുതൽ 20% മുതൽ അന്നന്നത്തെ വരുമാനത്തിൻ്റെ 20% അകത്ത് നിൽക്കും ഫ്യൂവലിൻ്റെ കോസ്റ്റ്. 80% മറ്റ് കാര്യങ്ങളിലോട്ട് ഫ്യൂവൽ കോസ്റ്റ് നോക്കിയാൽ 20% നിൽക്കും. ബസ്സാണെങ്കിൽ പോട്ടെ 25% നിൽക്കും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അവൻ്റെ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ 50% കൂടുതൽ ഫ്യൂവൽ ടാക്സ് ആയിട്ട് മാത്രം പോകും. ഇത് ഇങ്ങനെ മേടിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കാനുള്ള ഉത്തമ ഉദാഹരണമാണ് എന്നെപ്പോലുള്ളവർ. ഈ എത്ര ബസ്സുകാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നറിയാം, ഇതെല്ലാം ഉപേക്ഷിച്ച് എത്ര ബസ്സുകാർ. അപ്പം ഗണേശ് പറഞ്ഞൊരു കാര്യമാണ്, മന്ത്രി തന്നെ പറഞ്ഞു ഇവിടെ ടാക്സ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? മന്ത്രിക്ക് ഒരുപക്ഷെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ കാണും, അല്ലെങ്കിൽ മന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാണും. മന്ത്രി പറഞ്ഞത് കറക്റ്റാണ്, അത് തിരുത്താൻ പുള്ളിക്ക് അവസരം ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ളത് വേറൊരു വിഷയം. ഇപ്പം ഇത് ഇങ്ങനെ വന്ന് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വന്ന് AITP വന്ന സ്ഥിതിക്ക് ഈ ടാക്സ് അടയ്ക്കാൻ ആരെങ്കിലും നിൽക്കുമോ? ഉള്ള ജനം മുഴുവൻ നാഗാലാൻഡും മറ്റുള്ള സ്റ്റേറ്റിൽ പോയി വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇവിടെ ഓടും. ടാക്സിൻ്റെ നാട് എവിടെയാണ്? മലബാറിൽ എവിടെയോ അല്ലേ? കണ്ണൂർ. ഞാൻ ഈയിടെ കണ്ണൂർക്ക് പോയി. ഈ നമ്മുടെ നാട്ടിലെ എന്നാ ഇത് പറയുന്നത്, വിവരമില്ലായി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അതോ അതിബുദ്ധിയാണെന്ന് അറിയത്തില്ല. ടാക്സിൻ്റെ നാട്ടിൻ്റെ തൊട്ടിപ്പുറത്താണല്ലോ മാഹി. ഞാൻ ഇവിടുന്ന് എൻ്റെ ഫാമിലി മലബാറിലുണ്ട്, ഞാൻ അവിടെ പോയി. അപ്പം ഞങ്ങൾക്ക് മാഹിയിൽ നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന്, രാജേഷ് അറിയാലോ നിങ്ങളുടെ നാടല്ലേ, കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പിണറായി വഴി അങ്ങനെ നേരെ ഇരിക്കൂർ കയറി നമുക്ക് പോവാം. അപ്പം ഞാൻ എന്നെ നമ്മളവിടുന്ന് നേരെ 4 കിലോമീറ്റർ മാഹി ചെന്ന് ഞാൻ 5,800 രൂപ ഡീസൽ അടിച്ചു. 5,800 രൂപ ഡീസൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ടാങ്ക് ഏതാണ്ട് എൻഡി ആയിരുന്നു. 5,800 രൂപയുടെ ഡീസൽ അടിച്ചു. ഞാൻ അവിടുന്ന് കണ്ണൂർ പോയി, അവിടെ കുറേ വണ്ടി ഓടി.
തിരിച്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിലൂടെ വന്ന് കുഞ്ഞിപ്പള്ളി വഴി തിരിഞ്ഞു പോകുന്ന ഞാൻ തിരിച്ചു മാഹി കൂടെ വന്ന് ഞാൻ ഏതാണ്ട് ഒരു 1800 രൂപയുടെ ഡീസൽ അടിച്ചു. സത്യം പറഞ്ഞാൽ നമുക്കൊരു ലാഭം കിട്ടിയത് ഒരു 1500 രൂപ വേണം. ഈ 1500 രൂപ ഇപ്പം വിദേശത്തു നിന്ന് വന്ന എനിക്ക് ഒരു 1500 രൂപ ഒരു വലിയ എമൗണ്ട് ഒന്നും അല്ല. പക്ഷേ ഈ നമുക്കുള്ളൊരു പ്രതിഷേധം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, ഈ കൊന്ന് കാശ് മേടിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം. അപ്പോൾ ഈ 15 രൂപ ഒരു ലിറ്ററിന് കുറച്ച് മാഹിയിൽ നിന്ന് ഡീസൽ അടിക്കുമ്പോൾ നമുക്കൊരു മനസ്സുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായി, ഇത്രയും പ്രാവശ്യമെങ്കിലും 2 പ്രാവശ്യമെങ്കിലും ഈ സർക്കാരിനെ പറ്റിയിരുന്നൊന്നും ഒഴിവാക്കാൻ പറ്റിയില്ലൊന്നും. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പം 10 മിനിറ്റ് അവിടെ ക്യൂ നിന്ന്, 10 അല്ല ഒരു 15 മിനിറ്റ്, അതും വെളുപ്പിന് 4 മണിയോ 5 മണിയോ കണ്ടേ ഉള്ളൂ. ഞാൻ നിന്നിട്ട് വരുന്ന ലോറികൾ ഞാനൊന്ന് ഇറങ്ങിയത്, കാരണം നമ്മുടെ ഒരു ക്യൂരിയോസാണ്. 300 ലിറ്റർ 400 ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടികളാണ്. ആ വണ്ടി കേരളത്തിലോട്ട് വരുന്ന ഏതെങ്കിലും വണ്ടി ഇനി കേരളത്തിൽ നിന്ന് ഡീസൽ അടിക്കുമോ? അടിക്കുമോ? ആരും അടിക്കില്ല. അപ്പം അത് എന്തുകൊണ്ടത് മനസ്സിലാക്കാം. കാരണം ഹെവി വണ്ടിയുള്ള ഒറ്റ ഒരാൾ അടിക്കുകയില്ല. ഒന്നത്. 2, അതിനപ്പുറത്തും പമ്പുള്ള ആൾക്കാർ ജീവിക്കാൻ വേണ്ടി പമ്പ് തുടങ്ങിയവരുണ്ട്. അവരെന്ത് ചെയ്യും? ഒരു 50 ചുറ്റളവിലുള്ള ആരെങ്കിലും ഒരുത്തന്നെ അവിടെ നിന്ന് ഡീസൽ അടിക്കും. ഓട്ടോക്കാർ മാത്രം അടിക്കും. ഓട്ടോക്കാർ മാത്രം 100 രൂപ 120 രൂപ ഡീസൽ അടിക്കും. അവൻ മൈക്കിൽ ഓട്ടം കിട്ടിയാൽ ഇവിടുന്ന് ഡീസൽ അടിക്കും. ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു കാര്യം പറയാം. കേരളം സ്വിറ്റ്സർലൻഡിനെ കഴിഞ്ഞും ഉയർന്ന ലെവലിലെത്തി എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വിറ്റ്സർലൻഡിലോട്ട് കയറുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഇറ്റലിയുടെ ബോർഡറിൽ നിന്ന്, അല്ലെ ഓസ്ട്രിയയുടെ ബോർഡറിൽ നിന്ന്, അല്ലെ ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന്, അല്ലെങ്കിൽ ലക്സംബർഗ്, അല്ലെ ജർമ്മനി, ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കും. പിന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത രാജ്യത്ത് നിന്ന് അടിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം സ്വിറ്റ്സർലൻഡ് പോലെ. കാരണം €1 69 പൈസ ഇറ്റലിയിലും അല്ലെങ്കിൽ സ്ലൊവേനിയയിലും €1 32 പൈസയ്ക്ക് യൂറോയ്ക്ക് നിൽക്കുമ്പം സ്വിറ്റ്സർലൻഡ് €2 35 പൈസ, €2 40 പൈസ ഡീസലിന്. അപ്പം അവിടുന്ന് ആരും അടിക്കില്ല എന്ന് പറഞ്ഞ പോലെ. ഇതാരുടെ കുഴപ്പമാണ്? ശരിയല്ലേ? അല്ല, പക്ഷേ എങ്കിൽ പോലും ഇപ്പം കേരളത്തിൽ ഭീകരമായ ഈ ഫ്യൂവൽ ചാർജ്, കേരളത്തിൽ ടാക്സ് കൊണ്ടാണ്. ഇപ്പം 28 രൂപ സംതിങ് ടാക്സ് ഉണ്ട്. കേരളത്തിൻ്റെ മെയിൻ വരുമാനം അത് മാത്രമാണ്. അല്ല, അതെന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടുന്ന് പോയിട്ട് 23 വർഷമായി. ബസ് സർവീസ് നിർത്തി പോയതാ. 22 വർഷമായി. ഇപ്പോഴും അന്നുണ്ടായിരുന്ന അത്രയും ബസ്സുകൾ പോലും ഇന്നില്ലല്ലോ. ഇല്ല, പ്രൈവറ്റ് ബസ്സൊക്കെ കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ പ്രസ്ഥാനം ലാഭകരമല്ല. ഇപ്പം നമ്മൾ വഴി കാണുന്നുണ്ട്, ടിപ്പർ ലോറികളെ തടഞ്ഞു നിർത്തി ഫൈൻ അടിക്കുന്നു. ഈ ടിപ്പർ ലോറികൾ ഒരു പരിധി കഴിയുമ്പോൾ അവനും എടുക്കും. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ മണ്ട് ഇവിടെ കിടക്കട്ടെന്ന് വെച്ചിട്ട് ഈ നാട് വിട്ടു പോകാൻ നോക്കും. അപ്പോൾ ഒരു പ്രസ്ഥാനം, ഞാൻ ചോദിക്കട്ടെ, ഒരു ബസ് ഓടിയാൽ അന്നത്തെ കാലത്ത് 30,000 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പം ഇവിടെ ബസ്സുകളുടെ എണ്ണം കൂടുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഇവിടെ വരുമാനം കൂടുന്നത്. വ്യവസായങ്ങൾ വരുമ്പോഴല്ലേ വരുമാനം കൂടുന്നത്. കൂടുതൽ പ്രസ്ഥാനങ്ങൾ വരല്ലേ വരുമാനം വരുന്നത്. ഈ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വരുന്ന എല്ലാവരോടും ഇങ്ങനെ മുഖം, ഒരു ടിപ്പറുകാരനോടും ബസ്സുകാരനോടും ഒരു ഓട്ടോറിക്ഷക്കാരോടും എല്ലാവരോടും ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിന്നാൽ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാവും? നമ്മൾ ഈ ലോട്ടറി വിറ്റ് എത്ര നാൾ ജീവിക്കും? ലോട്ടറി മദ്യവും അല്ല, മദ്യം വേറൊരു പിടിച്ചുപറിയല്ലേ രാശേ. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം ആൻ്റണിയാണ് ഏറ്റവും വലിയ വൃത്തികേട് കേരളത്തോട് ചെയ്തതെന്ന് ഞാൻ പറയും. അന്നത്തെ കാലത്ത് എൻ്റെ ചാരായം 10 രൂപേൻ്റെ ഒരു കാലടിക്കുക. അന്ന് എൻ്റെ ഓർമ്മ ചെറിയ 9 രൂപ 10 രൂപയ്ക്ക് ഒരു കാല് എന്ന് പറഞ്ഞ സാധനം കിട്ടി. 250 ml ചാരായം. അന്നത്തെ കാലത്ത് ഒരു 150 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾ ഒരു 8 രൂപയോ 9 രൂപ കൊടുത്ത ഒരു കാലടിച്ചാൽ അതിൻ്റെ കൂടത്തിൽ ഒരു താറാമുട്ട ഫ്രീയും കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു താറാമുട്ടയും ഫ്രീ കിട്ടും. 9 രൂപ കൊടുത്തൊരു കാല് പഠിച്ചാൽ അവൻ നല്ല പൂസായി 2 പാട്ടും പാടി വീട്ടിൽ പോകും. അവൻ ഈ 125 രൂപ കിട്ടുന്നതിന് അതിന് 10 രൂപ ബാക്കി വീട്ടിൽ കൊടുക്കും. ഇന്ന് 1000 രൂപയ്ക്ക് പണിയെടുക്കുന്നവൻ ഒന്ന് ന്യായമായിട്ട് പൂശണമെങ്കിൽ ഒരു 500 രൂപയുടെ കള്ള് വേണ്ടേ? ഈ 500 രൂപയുടെ കള്ളിനകത്ത് 450 രൂപ സർക്കാർ കൊണ്ടുപോകല്ലേ? ഇത് രാജേഷേ പിടിച്ചുപറിയാണോ? പോക്കറ്റടിയാണോ? പകൽക്കൊള്ളയാണോ? കൊള്ളയല്ലേ? എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്ത? ഈ ജനത്തിന് നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ? അല്ലേ? ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിലൊരു വൈൻ ഉണ്ടാക്കാൻ പോലും സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെയും ടാക്സ് സർക്കാരിന് കിട്ടണം. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, കേരളത്തിൻ്റെ ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിൽ അന്ന് ജോഷിയുടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ലോകത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായി കൊണ്ടുപോകുന്ന കേരളം ഇന്ന് ഏറ്റവും ധനസ്ഥിതിയിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ്. ഇപ്പൊ നമുക്ക് ടൂറിസത്തിന് ഒരുപാട് സാധ്യത ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദീക്ഷണശാലികളായ ഭരണാധികാരികളില്ല എന്നുള്ളത് തന്നെയാണ്. ദീക്ഷണശാലി മാത്രമല്ല, നല്ല വിവരം വേണം. രണ്ടാമത് ഇച്ഛാശക്തി വേണം. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ അന്നത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ നമ്മുടെ
ആലപ്പുഴയും വയനാടും നമ്മുടെ ഇടുക്കി ജില്ലയും മാത്രം ഉണ്ടാക്കി. കാശ് നമുക്ക് ചുമ്മാ കോരിയെടുക്കാം. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യണം. ചുമ്മാതെ അല്ല. നമ്മളത് ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മളെയൊക്കെ കൂട്ടത്തിൽ അല്ല നമ്മുടെ കൂട്ടത്തിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന പലരും ഇൻ്റർനെറ്റ് കയറി പഠിച്ചേച്ച് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ചേട്ടാ നമുക്ക് അവിടെ പോകണം. ഇപ്പം ഞാൻ പറയാം, എൻ്റെ പൊന്നു സുഹൃത്തെ, കുറവലങ്ങാട് പള്ളിയുടെ നടയുടെ എത്ര അതേ ഉള്ളൂ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ അത് പോകാൻ നിൽക്കണ്ട. പോകണമെങ്കിൽ പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു പള്ളിയുടെ എത്ര ഉള്ളൂ, പക്ഷേ ഇത് ഇൻ്റർനെറ്റിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഏതവനും ഇത് കേരളത്തിൽ നിന്ന് കാണുന്നവനെ സംബന്ധിച്ച് അത് വല്ലതുമാണോ? ഒന്നുമല്ല. പക്ഷെ എന്തിനും ആൾക്കാർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ജുങ്ഫ്രാങ് സ്വിറ്റ്സർലൻഡിലെ ഒരു മൗണ്ടന്റെ മുകളിലേക്ക് ജുങ്ഫ്രാങ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 210 സ്വിസ് ഫ്രാങ്കാ എന്ന് പറഞ്ഞാൽ ഒരു 26,000 27,000 രൂപ ഒരാൾക്ക്. അത് ഒരു ദിവസം കയറുന്ന ഇന്ത്യക്കാരുടെ കണക്കത്തിനെന്നറിയോ? നമുക്കിവിടെ ഇതൊന്നും ചെയ്യാൻ മേലാഞ്ഞിട്ടാണോ? എന്തുമാത്രം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്നറിയോ? പക്ഷേ ഈ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല വണ്ടികൾ വരണം. ഇവിടെ ഇത്രയും റോഡിൽ ട്രാഫിക് ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും റോഡിൽ ട്രാഫിക് ഉണ്ട്. ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പം അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നല്ല സർവീസ് നടത്തുന്ന 10-35 വർഷമായിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളുണ്ട്. AC വണ്ടിയാണ്, മലബാറൊക്കെ പോകുന്ന വണ്ടികൾ. ആ വണ്ടികൾക്ക് പകരം KSRTC ഇട്ടിട്ട് KSRTCയിൽ ആളില്ല. കാരണം പാട്ട വണ്ടി ഇടും, പൈസയും കൂടുതലാണ്, ഇല്ല ആളും കയറിയില്ല. ഇത് കുറെ ഇപ്പം മന്ത്രി തന്നെ പറയുന്ന കേട്ട്, ആ വണ്ടി ഇരുട്ടി വരെ, അപ്പം തലശ്ശേരി വരെ മതി എന്ന് പറഞ്ഞാൽ പാരാണ്ട് പറഞ്ഞ് ഇരുട്ടി വരെ ആളുണ്ട്, ഇരുട്ടി വരെ ആളില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് മന്ത്രി പറയുന്നത് കേട്ട്. ഈ വണ്ടി 30 കൊല്ലം 40 കൊല്ലമായിട്ട് ചന്ദനക്കാമ്പാറയും മറ്റേ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലോട്ടും ഈ വണ്ടികൾ പലതും ഓടിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല ആളുമായിട്ട്. ആ വണ്ടികളുടെ എല്ലാം പെർമിറ്റ് പുതുക്കാതെ KSRTC ഇട്ട് ആളില്ലെന്ന് പറഞ്ഞ് ഇപ്പം എന്തു വേണ്ടി സാധാരണക്കാരന് ആ വണ്ടിയില്ല, ഈ വണ്ടിയില്ല. ഇന്നാള് ഒരു മീറ്റിംഗ് വെച്ച് ഗണേശ് പറയുന്ന കേട്ടില്ല. അതിനിടയിൽ വേറെ കഴിഞ്ഞ ദിവസം പരശുരാം എക്സ്പ്രസ്സിൽ ഭയങ്കര തിരക്കാണ്, ഒരു പെൺകുട്ടി ബോധം കെട്ടു വീണു എന്നുള്ള ശ്വാസം കിട്ടാതെ. അത്രയും മലബാറിലേക്കുള്ള പല ട്രെയിനുകൾ വളരെ കുറവാണ്. ട്രെയിനിലാണെങ്കിൽ ഇടിച്ചു കാണുന്നു, പകരമാണെങ്കിൽ ബസ് സർവീസും ഇല്ല. അപ്പോൾ യാത്രയും നമ്മൾ കേരളം ഭയങ്കരമായി പുരോഗമിച്ചു എന്നും വലിയ അവസ്ഥയിലാന്നൊക്കെ പറയുമ്പോഴും ഈ പ്രാഥമികമായി വേണ്ട യാത്രാ സൗകര്യങ്ങൾ പോലും മലബാറിലില്ല എന്നുള്ളത് വലിയ ദുരന്താവസ്ഥ. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ രാഷ്ട്രം പറയാം. ഇപ്പം നമ്മൾ ഇപ്പം ഈ ബസ്സിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ ലോറിക്ക് പെർമിറ്റ് വയലേഷനാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ പെർമിറ്റ് വയലേഷൻ ഏറ്റവും കൂടുതൽ ഇവിടെ നടത്തുന്ന ആരാന്നറിയോ? KSRTC. 48 സീറ്റുള്ള വണ്ടിയിൽ 100 പേരെ കൊണ്ടല്ലേ പോണേ. അത് പെർമിറ്റ് വയലേഷൻ അല്ലേ? സീറ്റ് ബെൽറ്റ് ഉണ്ടോ? അപ്പം നല്ല യാത്ര കൊടുക്കണമെങ്കിൽ ഇവിടെ വണ്ടികളുടെ എണ്ണം കൂടണം. അത് സർക്കാർ വണ്ടികളെ കൊണ്ട് മാത്രം ഇത് പറ്റിയല്ല. സ്വകാര്യ മേഖലയിലുള്ള നല്ല AC വണ്ടി ഓടാൻ ഇവിടുത്തെ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഓക്കെ ആന്നേ മിനിമം പൈസയിൽ. അങ്ങനെയുള്ള വണ്ടികൾ കൊടുത്താൽ ഇവിടെ പ്രൈവറ്റ് കാറുകൾ കുറയും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം കണ്ണൂർ പോയത്, കാറിൽ പോയത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ മലബാർ വണ്ടി AC വണ്ടി അന്ന് ഓടിക്കൊണ്ടിരുന്നത്, ഞാൻ ആ വണ്ടിയിലങ്ങ് പോകും. ഇവിടുന്ന് 600 രൂപ കൊടുത്ത് എനിക്ക് അവിടെ ഇറങ്ങാം. ഇതിപ്പോൾ എനിക്ക് 6,000 രൂപ ഡീസലായി. ഞങ്ങൾ രണ്ടുപേരെ പോയുള്ളൂ, 6,000 രൂപ ഡീസലായി. എനിക്ക് ആ സുഖമായിട്ട് ഇതേ കയറിയിരുന്ന് അങ്ങനെ പോകാൻ പറ്റിയൊരു വണ്ടിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഇതുപോലെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ടൈറ്റിലോട് ഇരിക്കാനും മേല, നിൽക്കാനും മേല, കിടക്കാനും മേലാത്ത അങ്ങനെ പോകുന്ന ഒരു ബസ്സേ നമ്മൾ എത്ര പേര് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കും? ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ വേറെ ഡെസ്റ്റിനേഷൻ നമ്മുടെ KSRTC വണ്ടി വിടാൻ പറ്റുമോ? അപ്പം നല്ല ഡെസ്റ്റിനേഷൻസിലോട്ട് നല്ല വണ്ടികൾ ഓടിയാൽ ഇവിടെ ഉറപ്പായിട്ടും ടൂറിസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് ഞാൻ കേട്ട്, മന്ത്രിയുടെ നാട്ടിൽ കൂടെ ഏതൊക്കെയോ ഒരു വഴി കൂടെ ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നു. KSRTC കയറി ഉടക്കുണ്ടാക്കി അവരും നിർത്തി. എന്നിട്ട് നിങ്ങൾ ഓടിച്ചില്ല. മേലാൽ ഇനി ഒരു പ്രൈവറ്റ് വണ്ടി കയറി വരുമ്പോഴത്തേക്ക് ഉടക്ക് വെച്ചോണ്ട് വരരുത്. നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഓടിക്കും, ഇല്ലെങ്കിൽ അവരോടട്ടെ. മന്ത്രി പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇത് പറയുന്ന മന്ത്രിനെ എന്തിനാന്ന് എല്ലാവരുടെ കയറി ക്രൂശിക്കുന്നത്? പിന്നെ ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, ഞാൻ ഗണേഷ് കുമാറുമായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. ഇനി ഞാനൊരു പ്രൈവറ്റ് ബസ് എടുത്തിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറയുന്നില്ല. പുള്ളി കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞാലും ഇപ്പം എന്നെ തെറി വിളിക്കും. പുള്ളി പറഞ്ഞു ഒരു വണ്ടിക്ക് 1 കോടി രൂപ വിലയാണ്. ഞാനൊരു വണ്ടി 4-5 വണ്ടി ഉള്ളയാളാണ്. നമ്മുടെ വണ്ടി മേടിക്കുന്ന വില ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ആയുസ് 10 വർഷമാണെന്ന് വെച്ചു ഒരാഴ്ച. 20 സീറ്റ് വണ്ടിയാണ്. ഈ 1 കോടി രൂപ കൊടുത്ത് 20 സീറ്റ് വണ്ടി എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 20 സീറ്റ് വണ്ടിയുടെ വില നമ്മൾ എത്ര വർഷം കൊണ്ട് തിരിച്ചു പിടിക്കും? അങ്ങനെ ഒരു സംഭവമില്ലേ? റണ്ണിങ് കോസ്റ്റ് മാത്രമല്ലല്ലോ,
ഒരു വണ്ടിയുടെ ഈ കോസ്റ്റ്. ഇലക്ട്രിക് ബസ്സിനെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഈ പൊല്യൂഷൻ പരമാവധി കുറക്കുക എന്നുള്ളത്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഫ്രാൻസിൽ മുഴുവൻ വണ്ടികൾ ഇലക്ട്രിക്കാണ്. നമ്മൾ ജർമ്മനിയിൽ പോയാൽ ഒട്ടുമുക്ക വണ്ടികളും ഇലക്ട്രിക്കാണ്. അതവർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്നാണെന്നറിയോ? കൂടുതൽ സീറ്റുള്ള വണ്ടികൾ, അപ്പോൾ കൂടുതൽ ആളെ കയറും. അപ്പോൾ മാക്സിമം അതിൻ്റെ ഇത്ര വർഷം കൊണ്ട് ഇത്രയും പൈസ ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. ഈ വലിയ വണ്ടികൾ, അതായത് ഡബിൾ ഡെക്കർ പോലത്തെ വണ്ടികൾ, എന്നിട്ട് മുകളിൽ കൂടെ ലൈൻ കൊടുത്തിരിക്കുക. നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ പോയല്ലേ എന്ന് പറഞ്ഞ പോലെ ലൈൻ കൊടുത്തിട്ട് അത് ട്രാം പോകുന്ന പോലെ അത് എതിരെയോടെ കയറി കൂടും. അങ്ങനെയുള്ള അതല്ലാതെ ഈ 1 കോടി രൂപ കൊടുത്ത്, ഇപ്പം എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ടൊരു ബസ് ഓപ്പറേറ്റർ ആയിരുന്നുകൊണ്ടും നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ടും ഈ കോസ്റ്റും വണ്ടി മേടിക്കുന്ന കോസ്റ്റും ഇതിൻ്റെ ഒരു കാലാവധിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് സാധാരണ ആൾക്കാർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു. അന്ന് ഡീസൽ അടിക്കുന്ന അന്ന് കറണ്ടിന് കാശ് കൊടുക്കുന്ന കാശ് മാത്രമല്ലല്ലോ ഒരു വണ്ടിയുടെ കോസ്റ്റ് ഒരു ചെലവിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ നേരത്തെ ചോദിച്ചിട്ട് നമ്മളിപ്പോൾ അതിക്ക് വെച്ച് നിർന്നു പോയൊരു സംഭവമുണ്ട്. അതായത് ഈ വിദേശത്തു നിന്നുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഇറക്കുമതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ വണ്ടികളുടെ ഷോറൂമുകളുടെ കളിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മേടിക്കുന്നതും വിദേശ വണ്ടികളാണ്. പക്ഷേ വിദേശ വണ്ടികൾക്ക് ഓടാൻ പറ്റുന്ന അത്രയുള്ള ഒരു റോഡ് സൗകര്യങ്ങൾ ഇല്ല, നമ്മുടെ രാജ്യത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ടയറിന്റെ തേയ്മാനത്തിലും വണ്ടീന്റെ ടോട്ടൽ സ്പെയർ പാർട്സിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനത്തിനൊക്കെ കൂടുതലാണ്. എന്നിട്ട് പോലും ആളുകൾ അതിലേക്ക് എഴുതുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള റോഡ് സംവിധാനങ്ങൾ? ഇപ്പോൾ കേരളം നമ്മൾ കുറ്റം പറയുമ്പോൾ തമിഴ്നാട്ടിൽ നല്ല റോഡുകളുണ്ട്, കർണാടകത്തിൽ നല്ല റോഡുകളുണ്ട്, മഹാരാഷ്ട്രയിൽ നല്ല റോഡുകളുണ്ട്. അപ്പം കേരളത്തിൽ അങ്ങനെയുള്ള റോഡുകളില്ല. ഇത്രയും പൈസയും മേടിച്ചിട്ട് നമ്മളിപ്പോൾ ടാക്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ടാക്സ് കൊടുക്കുന്നത് റോഡ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി. പക്ഷെ സർക്കാരിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും റോഡ് സൗകര്യങ്ങൾ തീരെ വർദ്ധിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷമൊക്കെ റോഡുകളുടെ പല സ്ഥലത്തും റിപ്പയറിംഗ് പോലും നടന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ കേരളത്തിൽ റോഡുകൾ എങ്ങനെ വിലയിരുത്തുന്നത്? അല്ല, കേരളത്തിലെ റോഡുകൾ ഈ ചില സൈഡിലെ റോഡുകളൊക്കെ ചെറുതാണെങ്കിലും ചില റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കൃത്യമായ സിഗ്നലിംഗ് ഇല്ല, അതാണ് പ്രശ്നം. ഈ ചെറിയ റോഡുകളാണ്, ചില റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ ഹൈവേ പോലുള്ള റോഡുകൾ, രാജേഷോട് അന്ന് ഞാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ടോൾ കൊടുക്കുന്ന റോഡിൽ നമ്മുടെ വണ്ടിക്ക് റോഡിന്റെ കുഴപ്പം കൊണ്ടല്ല, റോഡിൽ നിന്ന് ഒരു കല്ലടിച്ചാൽ പോലും നമുക്ക് കോമ്പൻസേഷൻ തരണം. ഈ ജർമ്മനിയിലെ ഞാൻ പറഞ്ഞില്ലേ സ്പീഡ് ലിമിറ്റ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയോ? അതിൻ്റെ ഒരു കാരണം, അതായത് അവർ പറയുന്നത് വലിയ വണ്ടികൾ, പോർഷെ, മെർസസ് ബെൻസ്, ഓഡി, അങ്ങനെയുള്ള വലിയ വണ്ടികൾ വിൽക്കുന്ന രാജ്യമാണത്. അവർ ചോദിക്കുന്നത് 250, 300, 350 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാവുന്ന വണ്ടി വിൽക്കുന്ന ഞങ്ങൾ ഇത്രയും കാശ് കൊടുത്ത് ഇത് മേടിക്കുന്നവർക്ക് ഇത് ഓടിക്കാനുള്ള റോഡും കൂടെ കൊടുക്കണ്ടേ? അതവരുടെ ധാർമ്മികമായ ഒരു ചിന്തയാണ്. നമ്മുടെ ഇവിടെ ഇത്രയും ടാക്സ് മേടിച്ചിട്ട് ഇത് ഇവർക്കൊരു നല്ല റോഡ് കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ടത് ആരാ? രാജേഷും ഞാനുമാണോ? അല്ല, ഭരണാധികാരികൾ ചിന്തിക്കണ്ടേ? ഞാനിപ്പം ബസ്സിന് ഇത്ര ലക്ഷം രൂപ ടാക്സ് മേടിക്കുന്നുണ്ട്, അല്ലെ ഞാനിവിടെ ഡീസലിന് ഈ റേറ്റ് മേടിക്കുന്നത്, എന്നാൽ ഇവർക്ക് ചുവന്നേരം ഓടിക്കാനുള്ള റോഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഒരു സിഗ്നൽ സംവിധാനം ശരിക്കും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ല ഈ MIDയുടെ ശല്യം ഇതിൻ്റെ പകുതിയാക്കി കൊടുക്കണ്ടേ? ഈ മെനകേട് കാണിക്കുന്നവൻ്റെ നല്ല ഫൈൻ മേടിച്ചോട്ടെന്നേ, അതിനെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതില്ല എന്നുള്ളത് സത്യം. ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരു ഹാർലി ഡേവിഡ്സൺ വണ്ടി ഓടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ? ഒന്നെങ്കിൽ സർക്കാർ ഇത് ഇറക്കാൻ സമ്മതിക്കരുത്, അങ്ങനെ ഇറക്കുന്നുണ്ടെങ്കിൽ അത് ഓടിക്കാനുള്ളൊരു സംവിധാനം കൊടുക്കണം. ശരിയല്ലേ? അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകാനുള്ള വണ്ടികൾ, ഒരുപാട് വണ്ടികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര സ്പീഡിൽ പോകാൻ നമുക്ക് 80, 90, 100 ഓടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വണ്ടികൾ ഒന്നുകിൽ ഇവിടെ വിൽക്കരുത്, ഒന്നെങ്കിലും ഇവിടെ വിൽക്കരുത്, അല്ലെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിനുള്ള സൗകര്യങ്ങൾ സംവിധാനം തീർച്ചയായിട്ടും കൊടുക്കും. അതുകൊണ്ട് ഈ വിദേശങ്ങളിൽ പല രാജ്യങ്ങളിലൂടെയും കടന്നുപോയി, പല റോഡുകളിലും കടന്നുപോയി, പല തരത്തിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഞാൻ ഇത്രയും വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ എടാ പൊട്ട നീ 2 വഴി ലൈൻ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. ഇവർ അത് ഞാൻ ഇത് ചെയ്യുമ്പോൾ പറയണത് ഞാൻ പ്രത്യേകിച്ച് ആലോചിച്ച ഒരു കാര്യമുണ്ട്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ആൾക്കാർക്ക് സത്യത്തിൽ വിവരമില്ല, മറ്റു രീതിയിൽ വിവരമില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല, അവർക്ക് അറിയത്തില്ല, പുറത്തു പോയി വണ്ടി ഓടിച്ചിട്ടില്ല. അത് ഗവൺമെൻറ് ലെവലിൽ അത് പരിഹരിക്കാൻ ശക്തമായ നടപടികളുണ്ടാണ്. ഒന്നെങ്കിൽ ഗവൺമെൻറ് ഇതിനൊരു വീഡിയോ, ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാക്കി ഈ ബോധവൽക്കരണം, ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇത് പോലീസിൻ്റെതായിട്ടോ അല്ലെങ്കിൽ MIDയുടേതോ ആയിട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത് പ്രചരിപ്പിക്കണം. അല്ലെങ്കിൽ
മിനിമം ഈ നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ കയറി വരുന്ന വണ്ടിക്ക് ലീഫ്ലെറ്റ് ആയിട്ടെങ്കിലും ഈ ഹൈവേയിൽ എങ്ങനെ ഇത് ഓടിക്കണം, എങ്ങനെ ഓടിക്കരുതെന്ന് കൊടുക്കണം. മനുഷ്യരെ എന്തായാലും ഇപ്പം നമ്മുടെ ഈ വരുന്ന വലിയ റോഡുകളൊക്കെ ഒരു 4-5 വർഷത്തിനകം, 1-2 വർഷത്തിനകം ഇതെല്ലാം ഓപ്പൺ ആവും. കാസർഗോഡ് ഏതായാലും അപ്പൊ അതിനു മുമ്പ് ഉറപ്പായിട്ട്, കാരണം ഈ തെറി വിളിക്കുന്ന അവരെ ഞാനൊരു കുറ്റം പറയുന്നേ ഇല്ല, കാരണം അവർക്ക് അറിയത്തില്ല. എന്നിട്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അവരുടെ ഒരു പരിധി വരെ ഇങ്ങനെ ഇത് പറയുന്നത് ഇന്നസെൻസ് കൊണ്ടായിരിക്കും. അവരെ ഇത് നമ്മൾ ബോധവൽക്കരിച്ചേ പറ്റുള്ളൂ, ഇല്ലേ നമ്മൾ അപകടം ഉണ്ടാവും. അത് ഉറപ്പായ കാര്യമാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോക നിലവാരത്തിലേക്ക് നിലവാരത്തിൽ എത്താൻ പറ്റും. അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും എല്ലാ തരത്തിലും. അതായത് ടൂറിസം രംഗത്തായാലും ശരി. ടൂറിസം രംഗത്തെ രാഷ്ട്രീയം നമുക്കറിയാൻ മേലാഞ്ഞിട്ടാ, നമ്മൾ പല രാജ്യത്തും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നാച്ചുറലായിട്ടുണ്ടെന്നേ. നമുക്ക് നമ്മുടെ രാജ്യത്ത് നാച്ചുറലായിട്ടുണ്ട്. 21 കൊല്ലം 22 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ സിറ്റിസൺ എടുത്തിട്ടില്ല. എനിക്ക് ആ രാജ്യം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലും ഇഷ്ടം എനിക്ക് എൻ്റെ രാജ്യം. പറഞ്ഞ മനസ്സിലായി, ഞാൻ എല്ലാ കൊല്ലം 3-4 മാസം ഇവിടെ നിൽക്കുന്നില്ലേ, എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ ആ രാജ്യത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം രാജേ, അത് എനിക്ക് മാത്രമല്ല. ഞാനിങ്ങനെ ചില വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ഈ ആൾക്കാർക്ക് പരസ്യമായിട്ട് മറുപടി പറയാല, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടു 100% സത്യ എന്നും പറഞ്ഞ് എന്നെ ചിലർ വിളിക്കും, ചിലർ മെസ്സേജ് ഇടും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ആൾക്കാർ പരസ്യമായിട്ട് പറയാൻ പേടിയാ. പറഞ്ഞ മനസ്സിലായി, ഈ ചിന്താഗതി കേരളത്തിന് പുറത്തുള്ള നല്ലൊരു ശതമാനം മലയാളികൾക്കും ഉണ്ട്. പരസ്യമായിട്ട് പ്രതികരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ.